ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചുമ്മാ കുറേ ആളുകൾ അങ്ങേര് ട്രിപ്പ് അടിച്ച് നടക്കുവാണ്, ലോകം ചുറ്റി നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി നടക്കുന്നുണ്ടെങ്കിൽ പോലും ഫുട്ബോളിൽ മോദി ഇമ്പാക്റ്റ് എന്ന് പറയുന്ന സാധനം പ്രകടമായിട്ടുണ്ട്. ഫുട്ബോളിൽ മാത്രമല്ല, കായിക മേഖലയിൽ മൊത്തത്തിൽ മോദി ഇമ്പാക്റ്റ് ഉണ്ടെന്ന് ഒരു പരിധി വരെ വേണമെങ്കിൽ വിശ്വസിക്കാം. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തികൾ നടത്തി, പക്ഷേ ഒന്നും ബലവത്തായില്ല എന്നുള്ളതാണ് സത്യം. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ തലപ്പത്ത് വളരെ വലിയ അഴിച്ചുപണികൾ നടത്തി പ്രഫുൽ പട്ടേലിനെ മാറ്റിയിട്ട് കല്യാൺ ചൗബയെ കൊണ്ടുവന്നു. പക്ഷേ ഒരു ആശിച്ച റിസൾട്ട് അതുകൊണ്ട് ഉണ്ടായിട്ടില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഒറിജിൻ പ്ലേയേഴ്സിൻ്റെ ഇൻക്ലൂഷൻ്റെ കാര്യത്തിലൊക്കെ നല്ല തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അത് വേറെ ആരെ കൊണ്ടും കഴിയാതിരുന്നതാണ്. പിന്നീട് 2030 ഇന്ത്യൻ ഡയസ്പോറയിലേക്ക് കൂടുതൽ ഇന്ത്യൻ വംശജരായിട്ടുള്ള വിദേശ താരങ്ങളെ കൊണ്ടുവരാനുള്ള തീരുമാനമൊക്കെ എടുത്തത് വളരെ മികച്ച തീരുമാനമാണ്. ഇപ്പോൾ പറയാൻ വന്നത്, ന്യൂസിലൻഡ് മേധാവിയുടെ ഇന്ത്യ സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ട് പുതിയൊരു പ്രഖ്യാപനം കൂടി നടന്നിരിക്കുകയാണ്. ഇത്തവണ ലോകകപ്പ് കളിച്ച ന്യൂസിലൻഡ് ടീമിനെതിരെ കളിക്കാൻ ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ അവിടെ അയക്കാൻ പോവുകയാണ്. നവംബർ 12-ം തീയതിയും 15-ം തീയതിയും ആയിരിക്കും ഇന്ത്യൻ ഫുട്ബോൾ ടീമും ന്യൂസിലൻഡ് ടീമും തമ്മിൽ മത്സരിക്കുക. 12-ം തീയതി ഓക്ലൻഡിൽ വെച്ചിട്ടും 15-ം തീയതി ക്രൈസ്റ്റ് ചർച്ചിൽ വെച്ചിട്ടും മത്സരങ്ങൾ നടക്കുകയാണ്. എന്തോ പ്രശ്നം, സംസാരിക്കുന്നതിന് നല്ല ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഏതായാലും ഇന്ത്യൻ ഫുട്ബോൾ ടീം ലോകകപ്പ് കളിച്ച ന്യൂസിലൻഡ് ടീമിനെതിരെ 12-ം തീയതി ഓക്ലൻഡിൽ വെച്ചിട്ടും 15-ം തീയതി ക്രൈസ്റ്റ് ചർച്ചിൽ വെച്ചിട്ടും ഏറ്റുമുട്ടാൻ പോകുമ്പോൾ ഇന്ത്യൻ ഫുട്ബോളിന് അതൊരു പുത്തൻ ഉണർവായിരിക്കും എന്നൊക്കെ വിശ്വസിക്കാം. എന്തെങ്കിലുമൊക്കെ നടന്നാൽ കൊള്ളാടെ.